അപ്പോൾ ഇൻട്രാക്റ്റീവ് ക്വിസ് കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട ഓപ്ഷൻസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഹായ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് അസസ്മെൻറ്റ് ടൂളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടൻറ്റ് ക്രിയേഷന് പറ്റിയ കുറച്ച് ടൂളുകളാണ് നോക്കിയത്. ഈ വീഡിയോ നമുക്ക് എങ്ങനെ അസസ്മെൻറ്റ് ടൂളുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം ടൂൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അല്ലാതെ ഈ ടൂളുകളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ വെൽ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് നമുക്ക് ക്വിസും ക്വസ്റ്റ്യൻ ജനറേഷനും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ടൂൾ കൊണ്ട് വളരെ എളുപ്പം സാധിക്കും. വേറെയുള്ള ടൂളിൽ ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എന്നാലും പെട്ടെന്നുള്ളൊരു രീതിയിൽ ചെയ്യാനാണെങ്കിൽ ക്വസ്റ്റ്യൻ വെല്ല് നല്ലൊരു ടൂളാണ്. പിന്നെ ക്വിസസ് കുറച്ച് അധികം ആളുകൾ യൂസ് ചെയ്ത് വരുന്നതാണ്. ക്വിസസ് ഒരു ഗെയിമിഫൈഡ് ലെവലിലുള്ള ക്വിസസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഇത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫൺ ഒരു ഇൻട്രാക്ഷനാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ എഡ്പസിൽ വിത്ത് AI. എഡ്പസിൽ വളരെ നല്ലൊരു ടൂളാണ് എഡ്പസിലും. അപ്പോൾ വീഡിയോ ബേസ്ഡ് അസസ്മെൻ്റ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഈ എഡ്പസിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പറഞ്ഞു വന്നിട്ട് നമുക്കൊരു ടൂൾ സെലക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ മുമ്പ് പഴയ വീഡിയോയിൽ കണ്ട എഡ്യൂഎയ്ഡിലും നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെൻറ്റ്സും റൂബിക്സും ഒക്കെ ഉണ്ടാക്കാം, മാജിക് സ്കൂളിലും. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വെൽ എന്ന് പറയുന്ന ഇതിനകത്ത് ഇതിന് ക്വിസസിന് വേണ്ടി മാത്രമല്ല, അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കഹൂട്ട്, ഫോർമാറ്റീവ് എന്ന് പറയുന്നിട്ട് ഒരു 2 ആപ്ലിക്കേഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വെല്ല് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് QUESTEN ക്വസ്റ്റ്യൻ വെല്ലെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ഈ ലോഗോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ഫോർ അവർ പെയ്ഡ് വെർഷനും ഫ്രീ വെർഷനും ഉണ്ട്. നമുക്കിത് ഫ്രീ വെർഷനിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ട്രൈ ഇറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഉള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പേജ് ലാൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സ്ക്രീനിലേക്കാണ്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം ഇവിടുന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഗെറ്റ് 10, ഇതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ ഗെറ്റ് 10 മീൻസ് നമുക്ക് 10 ക്വസ്റ്റ്യനാണ് വേണ്ടത്. അപ്പോൾ 5, 10 വരെ നമുക്ക് ഫ്രീ വെർഷനിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഈ ഇമ്പോർട്ട് ചെയ്യുന്നതും ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ പറ്റൂ. നമുക്ക് ഫ്രീ വെർഷനിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത ധാരാളം മതിയാവും. അപ്പോൾ നമുക്ക് ഏത് തരം ക്വസ്റ്റ്യൻ വേണമെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഫ്രീ ഉള്ളത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വേണ്ടവർക്ക് ഇതിൽ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. യൂസ്ഫുൾ ആവുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രക്ചർ ഓഫ് അനാറ്റം എന്ന് ടൈപ്പ് ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഏത് ഗ്രേഡിന് വേണ്ടിയിട്ടെന്ന് നമുക്ക് പറയണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പം 8th ഗ്രേഡ് വേണ്ടിയിട്ടാണ് ഈ ക്വിസ് വേണ്ടത്. അപ്പോൾ നമ്മൾ 8th ഗ്രേഡ് എന്ന് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ വേണ്ട ആ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാനും പിന്നെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ റെഫറൻസ് ഒക്കെ കൊടുക്കാവുന്ന ഓപ്ഷനുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ജനറേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജനറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചുള്ള ക്വിസ് ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് പോലെ നമ്മുടെ ടൈം എടുക്കും. ഇപ്പം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഏത് പ്രോസസ്സിലൂടെയൊക്കെയാണ് പോകുന്നതെന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഡീപ്പ് തോട്ട്, ചാനലിംഗ്, ക്രിയേറ്റിവിറ്റി, ബ്രെയിൻ സ്ട്രോമിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ഔട്ട്പുട്ട് തരും. ആ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് വേണ്ട
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ജനറേറ്റ് ചെയ്ത് വരികയാണ്. ഏതാണ്ട് 60-70% ആയിട്ടുണ്ട്. അപ്പോൾ വൺസ് അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 കണ്ടൻറ്റ് കാണും. ഒരു സൈഡിൽ മീൻസ് അതിൻ്റെ വാട്ട് ഈസ് ആറ്റം, ഇതാണ്ടോ പാർട്ട് ഓഫ് ആറ്റം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു നോട്ട്സ് പോലെ ഈ സൈഡിൽ വന്നു. പിന്നെ ഇപ്പുറത്ത് നമുക്ക് നമ്മൾ ചോദിച്ചതുപോലെ 10 ക്വസ്റ്റ്യൻസും ജനറേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻ കേസ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ്. ഇനി നമുക്ക് ആൻസേഴ്സിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഇവിടെ എ വെച്ചിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യണം ഈ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒന്ന് ശരിയായിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ആയിട്ടില്ലെങ്കിൽ മോഡിഫൈ ആൻസർ കൊടുക്കാം, അവിടെ പ്രോംപ്റ്റും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വരും. ഇനി അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ മുകളിൽ വന്ന് എല്ലാം കൂടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇത് റീഡ് ചെയ്ത് ലാസ്റ്റ് വരെ വന്നിട്ട് നമുക്കിത് എല്ലാ ക്വസ്റ്റ്യനും വേണം എന്നുള്ള ലെവലിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസും സെലക്റ്റായി. നമുക്ക് ഓരോന്നല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സെലക്റ്റായി. ഈ സെലക്റ്റായ ക്വസ്റ്റ്യൻ നമ്മളിനി എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ ക്വിസ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ, അവർക്കത് മീൻസ് പ്രാക്ടീസ് ചെയ്യാനുമാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ വൺസ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് അസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാക്റ്റീവ് ക്വിസ് വേണോ, ഗെയിം ഷോ ക്വിസ് വേണോ, വർക്ക്ഷീറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യണോ എന്നുള്ള 3 ഓപ്ഷൻ കൊടുക്കും. ഇത് 3 ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ 3 നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. നമുക്കിപ്പം ഇൻട്രാക്റ്റീവ് ക്വിസ് തന്നെ എടുത്ത് നോക്കാം. അപ്പോൾ ഇൻട്രാക്റ്റീവ് ക്വിസ് കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട ഓപ്ഷൻസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഷോ റീഡിങ് ടു ലേണേഴ്സ് ബിഫോർ ക്വിസ്, അതായത് മീൻസ് ക്വിസിന് മുമ്പ് ഇത് വായിച്ചിട്ട് ക്വിസ് പങ്കെടുക്കണോ അല്ലാതെ വേണോ, ഡയറക്റ്റ് ക്വിസ് ആണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നമ്മളിത് ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ ഡയറക്റ്റ് ക്വിസിലോട്ടായിരിക്കും പോകുന്നത്. ഷോ ഫുൾ റീഡിങ്, അതായത് അവർ നോക്കി വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതിയോ എന്ന് ഉള്ള ഓപ്ഷനുണ്ട്. അതല്ലെങ്കിൽ ഇത് രണ്ടും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് മീൻസ് ക്വസ്റ്റ്യൻ മാത്രം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒരു ക്വിസ് മീൻസ് ക്വസ്റ്റ്യൻസ് വരും, അതിന് ആൻസർ ചെയ്യാൻ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലേണിംഗ്, നമുക്ക് വായിച്ചിട്ട് വായിക്കുന്ന കണ്ടൻറ്റ് ആദ്യം വായിക്കുന്നു എന്നിട്ട് ക്വിസ് നടത്താം. അതല്ലെങ്കിൽ ക്വിസ് എടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിൽ വായിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ജനറേറ്റ് കോഡ് എന്ന് കൊടുക്കുമ്പോൾ ഒരു കോഡ് ജനറേറ്റ് ആയി വരും. അപ്പോൾ ഈ കോഡ് എന്താണെന്ന് വെച്ചാൽ, ഈ കോഡ് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വിസ് സ്റ്റാർട്ടാവും. പിന്നെ ഒരു URL ഉണ്ട് അല്ലേ, നമുക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. ഇതിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്യുന്നവർക്കോ ഈ ആപ്പിൽ കയറി ഈ കോഡ് അടിക്കുന്നവർക്കോ ഈ എക്സാം കിട്ടും. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും. നമുക്കിപ്പം ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെ കയറുന്നതെന്ന് നോക്കാം. അപ്പോൾ കയറുമ്പോഴത്തേക്ക് സ്റ്റുഡൻറ്റിൻ്റെ നിക് നെയിം കൊടുക്കാൻ പറയുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് പേര് കൊടുക്കുന്നു, എന്നിട്ട് പ്ലേ കൊടുക്കുന്നു. പ്ലേ കൊടുത്തപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം വായിക്കാനുള്ളത്, നമ്മൾ ഓപ്ഷൻ എടുത്തിരുന്നത് ആദ്യം വായിക്കണം എന്നായിരുന്നു. അപ്പോൾ ഇത് വായിക്കുന്നു, കുട്ടി വായിച്ചു, പിന്നെ അടുത്തത് വായിച്ചു. അങ്ങനെ ടോപ്പിക്ക് കംപ്ലീറ്റ് വായിച്ച് തീർന്നാൽ പിന്നെ ക്വിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വായിക്കുന്നില്ല, ജസ്റ്റ് ഇത് ചെയ്തു പോയി. ഇനി അടുത്തൊരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം നടക്കുമ്പോൾ സൈഡിൽ, ഇതിപ്പോൾ പ്രാക്ടീസ് ആണല്ലോ വേണമെന്ന്, ഇതൊന്നും വേണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എക്സാം മാത്രമായിരിക്കും വരുന്നത്. ഇവിടെ വായിച്ചിട്ട് ഉത്തരം കറക്റ്റ് ഇതാക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇൻകറക്റ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ റാൻഡമായിട്ട് വായിച്ച് നോക്കാതെ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണാൻ വേണ്ടി വായിച്ചു. അപ്പോൾ സ്റ്റുഡൻസിന്
ഇനി ഇത് അയക്കണമെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാം. വിച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഹാവ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് ഓർബിറ്റ് ന്യൂക്ലിയസ്. നമുക്കിതിൻ്റെ ഉത്തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്നുള്ള രീതി ഇവിടെ കാണിക്കും. അങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യനും നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 7 ഔട്ട് ഓഫ് ഇതായി 8 ക്വസ്റ്റ്യൻസ് ആയി. 10 ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് കാണിച്ചു. ഇനി അപ്പോൾ അവർക്ക് റിസൾട്ട് കണ്ടു. 10ൽ 3 ശരിയായിരിക്കുന്നത്. ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ആയിരുന്നു. ഡേറ്റും ടൈമും ഏത് കോഡിലാണ് ഇത് ചെയ്തത്. അവർക്ക് റിപ്പീറ്റ് ചെയ്ത് ട്രൈ അഗെയിൻ കൊടുത്ത് അവർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടൂള് ക്വിസിന് വേണ്ടി വളരെ എളുപ്പമാണ്. ടൂളിൻ്റെ പേര് നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്, ക്വസ്റ്റ്യൻ വെല്ല്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസും ക്വിസും ജനറേറ്റ് ചെയ്യാം. ഇൻസ്റ്റൻ്റ്ലി ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാം. അവർക്ക് മൊബൈലിലോ ഒക്കെ സ്കാൻ ചെയ്ത് അതിൻ്റെ ഉത്തരം എഴുതാം. പിന്നെ ഇനി നമുക്ക് എല്ലാ ടൂളും കാണിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ ക്വിസസ് വളരെ നല്ല ഒരു ടൂളാണ്. ഞാനൊന്ന് ജസ്റ്റ് അതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ quizzes.ai. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്ക് ലോഗിൻ പ്രൊസീജിയേഴ്സ് എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്. ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ നമുക്ക് ഗൂഗിൾ വെച്ച് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ടൂള് കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ എഡ്പസിൽ വിത്ത് AI, അത് അത്യാവശ്യം നല്ലൊരു ടൂളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റ് ടൂളുകളിൽ നിന്ന് ഒരു വീഡിയോ ബേസ്ഡ് അസസ്മെൻറ്റ് അതൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് എഡ്പസിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമ്മൾ സമയക്കുറവ് മുതൽ അകത്തോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ എഡ്പസിൽ ഓൾറെഡി നമുക്ക് എന്താ വേണ്ട കണ്ടൻസ് നമുക്ക് ഗ്രേഡ് ലെവലിൽ സെലക്ട് ചെയ്ത് വീഡിയോസ് അസൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. കുട്ടിക്ക് അത് കാണുകയും അതിന് എഗൻസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാംസ് നടത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ ലെസൺസ് ആണ്. നമുക്ക് ഇവിടെ കണ്ടൻറ്റ് ഡ്യൂറേഷൻസും എല്ലാം വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഈ ഫിൽറ്റർ ചെയ്ത ഈ വീഡിയോ കണ്ടൻറ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സുമായിട്ട് ഷെയർ ചെയ്യുകയും അസസ്മെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ക്വിസസ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ക്വിസസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എഡ്യൂഎയ്ഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നോക്കിയിരുന്നു. അതിനകത്തും അസസ്മെൻറ്റ്സും റൂബ്രിക്സിനും ഒക്കെ പ്രത്യേക ഭാഗങ്ങളുണ്ടായിരുന്നു. അവിടെ പോയി ഇതേപോലെ നോക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ വെല്ലിൻ്റെ അത്രയും ഈസി ആയിട്ടോ അല്ലെങ്കിൽ എഡ്പസിൻ്റെ അത്രയും ഒരു പിന്നെ വീഡിയോ ബേസ്ഡോ ഒന്നും ആയിരിക്കില്ല. പിന്നെ മാജിക് സ്കൂളിൽ ഓഫ് കോഴ്സ് അതുണ്ടായിരുന്നു. പിന്നെ കഹൂട്ട് വിത്ത് AI കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് അസസ്മെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻസിന് സജഷൻ തരാനും ഒക്കെ ക്വസ്റ്റ്യൻസ് പല രീതിയിലും ഒക്കെ ജനറേറ്റ് ചെയ്ത് തരാനും ഒരു എൻഗേജിങ് ആയിട്ടുള്ള പോളും ക്ലാസ് റൂം റിവ്യൂസും ഒക്കെ ഈ കഹൂട്ട് വിത്ത് ഇതിൽ നടക്കും, AI നടക്കും. പിന്നെ ഫോർമേറ്റീവിൽ ഒരു റിയൽ ടൈം അസസ്മെൻറ്റ്സ് ഒക്കെ നല്ലതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൂളുകൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിലൊന്ന് രണ്ടെണ്ണം കാണിച്ചു. അപ്പോൾ അതും ഏറ്റവും ബെസ്റ്റല്ല കാണിച്ചത്, റാൻഡമായിട്ട് ഒരെണ്ണം എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അസസ്മെൻറ്റിന് പറ്റിയ ഫിൽറ്റർ ചെയ്ത് നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ടൂളുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് സ്റ്റുഡൻറ്റ് ക്രിയേറ്റീവ് ടൂൾസുകളും എൻഗേജ്മെൻറ്റ് ടൂൾസുകളും ഒക്കെ സ്റ്റുഡൻറ്റ് എൻഗേജ് ടൂൾസൊക്കെ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു ഓൾ.